ഇതിൻ്റെ ഓൾഡ് ഫോൺ ഐഫോൺ 50, ഇത് ഐഫോൺ 16 Pro Max. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 15 vs 16, അതായത് ഐഫോൺ 15-ൽ നിന്ന് 16-ലേക്ക് മാറാനുണ്ടായ കാരണം അല്ലെങ്കിൽ സാഹചര്യം ഒക്കെയാണ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഓൾഡ് ഫോൺ ഐഫോൺ 50, ഇത് ഐഫോൺ 16 Pro Max. അപ്പം അത് ഓരോന്നായിട്ട് ഞാൻ വിശദീകരിക്കാൻ പോകുന്ന പോയിന്റുകൾ ഏതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്ററി ലൈഫ്, ക്യാമറ ബട്ടൺ വന്നിട്ടുണ്ട്, പിന്നെ നോയിസ് ക്യാൻസലേഷൻ, സ്പീഡ്, AI ഫീച്ചേഴ്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് വിശദീകരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യം തന്നെ ബാറ്ററിയെ പറ്റി പറയാം. നമ്മൾ 50 ആയിരുന്നപ്പോൾ പിന്നെ ബാറ്ററി ലൈഫ് തീരെ കുറവാണ് എന്നൊരിക്കലും പറയാൻ പറ്റുകയില്ല. പക്ഷേ നമുക്ക് വീഡിയോ, അതായത് 4K വീഡിയോസാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ വ്ലോഗ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വർക്കിന് പോകുമ്പോൾ അതിൻ്റെ ബിഹൈൻഡ് സീനൊക്കെ എടുക്കുമ്പോൾ ചിലപ്പം 50% ചാർജിലായിരിക്കും ചിലപ്പോൾ രാവിലെ എടുത്തുകൊണ്ട് പോകുന്നറിയാതെ. അപ്പോൾ അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫുള്ളാക്കുക എന്ന് പറഞ്ഞാൽ ഫുൾ ചാർജ് ആക്കാതെ 80% ലിമിറ്റ് ഇട്ടാണ് വെച്ചേക്കുന്നത് ബാറ്ററി ഹെൽത്ത് നോക്കിയിട്ട്. ബാറ്ററി ഹെൽത്ത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ, ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം. വെച്ചാൽ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സൈക്കിൾ ആകാതിരിക്കാൻ 80%, 20% ഇടയ്ക്ക് ചാർജ് നിർത്തുന്നതാണ്. അപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് നോക്കിയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം 80% മേളിലോട്ട് പോകാതെ ചാർജ് ചെയ്യുന്നത് 80-ലായിരിക്കും തുടങ്ങുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തപ്പോൾ ചാർജ് വീഡിയോഗ്രാഫിയിലായപ്പോൾ, അതായത് 4K കണ്ടിന്യൂസ് വീഡിയോ എടുക്കുകയാണല്ലോ ബ്ലോഗൊക്കെ എടുക്കുമ്പോൾ. നമ്മൾ യാത്രയിലാണ് ചിലപ്പോൾ ഉടനീളം വർത്താനം പറഞ്ഞുകൊണ്ട് വീഡിയോസ് എടുക്കുന്നു. അപ്പോൾ ചാർജ് പെട്ടെന്നല്ല ഡൗൺ ആയി വരും. അപ്പോൾ നമുക്ക് ചാർജർ കയ്യിലില്ലെങ്കിൽ ചിലപ്പോൾ ഇത് കുത്തിയിടാൻ പറ്റിയെന്ന് വരികയില്ല. ഞാനങ്ങനെ പവർ ബാങ്ക് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പം കുത്തിയിടാൻ പറ്റിയെന്ന് വരികയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും പല സാഹചര്യങ്ങളിൽ എനിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്ന സാഹചര്യങ്ങൾ വന്നു. എന്നുവെച്ചാൽ ഈ 50 ആയതുകൊണ്ട് കേട്ടോ, ബേസ് മോഡലായതുകൊണ്ട്, Pro Maxോ Proയോ അല്ല, ബേസ് മോഡലായതുകൊണ്ട്. അപ്പോൾ അത് ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് ഇതിലേക്ക് അപ്ഡേറ്റ് ആയത്. വെച്ചാൽ ഇത് Pro Max ആയതുകൊണ്ട് തന്നെ ബാറ്ററി കൂടുതൽ ലൈഫ് തരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലേ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതാണോ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ട് ഞാൻ ഇതിലേക്ക് മാറാൻ സാധിച്ചത്. പവർ ബാങ്ക് യൂസ് ചെയ്യുന്നതും അല്ല വണ്ടിയിൽ ചാർജ് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബാറ്ററിയുടെ ഇതിൽ വെച്ച് ഞാൻ പ്രധാനമായിട്ട് ഇതിലേക്ക് മാറിയത്. പിന്നീട് രണ്ടാമത്തെ കാര്യം ക്യാമറ, അതായത് ക്യാമറയുടെ സൂമിങ്, ക്യാമറയുടെ ക്വാളിറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ക്യാമറയെ പറ്റി പറയുവാണെങ്കിൽ 50 ആയിരുന്നപ്പോൾ ഇതിന് 2 ഡുവൽ ക്യാമറയാണ് വരുന്നത്. 48 MB പ്രൈമറി ക്യാമറയും ബാക്കി സൂം വൈഡും ഉള്ള ക്യാമറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ 3 ക്യാമറയാണ് വരുന്നത്. സൂമിങ്ങിലും ക്വാളിറ്റി തരുന്നുണ്ട്, അതുപോലെ തന്നെ വൈഡിലും എല്ലാം ക്വാളിറ്റി വരും. അതായത് അങ്ങനെ ഒരു ദൂരെ നിന്ന് എൻ്റെ വണ്ടി അങ്ങ് അകലെ കിടക്കുന്ന സൂം ചെയ്തൊരു ക്ലിപ്പ് എടുത്തു നോക്കട്ടെ. ജസ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. വണ്ടി കണ്ട അവിടെ കിടപ്പുണ്ട്. അപ്പം അത് അങ്ങ് വരെ എത്തി, പക്ഷേ എന്നാലും ക്വാളിറ്റി ഇല്ല. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ വൈഡ് ഇടും. നമുക്കിതിൻ്റെ അകത്ത് ക്യാമറയ്ക്കകത്ത് ഇങ്ങനെ ഇത് ഇതുണ്ട്. ഇതായിരിക്കും നമ്മൾ ക്യാമറ ഓപ്പണായി വരുമ്പോഴേ വരുന്ന സാധനം, ഈ സംഭവമായിരിക്കും. അത് നമ്മൾ വൈഡ് ഇട്ടേക്കുക. വൈഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ സൂമിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഉള്ള ക്ലിപ്പിൻ്റെ ക്വാളിറ്റി കുറയുന്നുണ്ട്. അത് നമ്മൾ എഡിറ്റിങ്ങിലേ അറിയത്തുള്ളൂ, ഇങ്ങനെ എടുക്കുമ്പോഴൊന്നും അറിയത്തില്ല. അപ്പോൾ എഡിറ്റിങ്ങിൽ ക്വാളിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഇതിലേക്ക് പ്രധാനമായിട്ടും അപ്ഗ്രേഡ് ചെയ്തത്. എന്നാ വെച്ചാൽ സൂമിങ് കൂടുതലുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. സൂമിങ് ആണെങ്കിലും 5x സൂമിങ്, അതുപോലെ തന്നെ വൈഡും ഉണ്ട്. ആ എല്ലാ രീതിയിലും തന്നെ ഫുൾ ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ക്യാമറയെ പറ്റി ഈ അപ്ഡേഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാരണം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ സൈസാണ്. അപ്പോൾ അപ്പോൾ ഇതിൻ്റെ നല്ല രീതിയിലുള്ള ഡിഫറൻസ് Pro Maxും ബേസ് വേരിയൻറ്റും തമ്മിൽ സ്ക്രീൻ സൈസിലുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇതായിട്ടുള്ള രീതി പറയാം. എന്ന് വെച്ചാൽ ഈ ഫോണായിരുന്നപ്പോൾ നമുക്ക് ഒരു ടൈറ്റ് ജീൻസിൻ്റെ പോക്കറ്റ് ഇട്ടാൽ അത്ര പേടിക്കേണ്ട കാര്യമില്ല. സ്ക്രീൻ സൈസ് കുറവുള്ളതുകൊണ്ട് അവിടെ സമയം ഇത് എൻ്റെ ടൈറ്റ് ജീൻസിൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ സാധിക്കും. നമുക്കൊരു ഉൾഭയം വരാൻ സാധ്യതയുണ്ടാണ്. ഇത് ടൈറ്റായി സ്ക്രീനിനൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഉള്ളിലൊരു ഭയം തോന്നിക്കും. അതുകൊണ്ട് സ്ക്രീൻ സൈസ് നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്ക് വീഡിയോസൊക്കെ കാണാനൊക്കെ ആണെങ്കിൽ ബെറ്ററാണ്. സിനിമ കാണാനും യൂട്യൂബ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാനും ഒക്കെ ബട്ട് എൻ്റെ ഒരു സ്ക്രീൻ സൈസ് കുറവായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വെച്ചാൽ റഫ് യൂസ് യാത്രകൾ, എപ്പോഴും കാറിലല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്.
അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്നൊരു എൻ്റെ ഒരു മനസ്സ് തോന്നുന്നു. നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ, അതൊന്ന് മാനുവലായിട്ട് അങ്ങ് ഓടിപ്പോവും. ഇതെടുത്തപ്പോഴും നമ്മൾ കുറച്ച് പേടിച്ചൊക്കെ അത് പോക്കറ്റ് ഇട്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കവർ കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടൈറ്റ് ആവില്ല. ഇതിപ്പോൾ കവർ ഊരി കാണിക്കാൻ വേണമെങ്കിൽ. അപ്പം ആ ഒരു ഇതുകൊണ്ട് ബെറ്റർ സ്ക്രീൻ സൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു ലോക്കൽ യൂസേജ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയം തോന്നിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ സ്ക്രീൻ സൈസിൻ്റെ കാര്യത്തിൽ പറയാം. പക്ഷേ യൂസർ എക്സ്പീരിയൻസ് ഞാൻ എടുത്തതിലും വെച്ച് നമുക്ക് സ്ക്രീൻ സൈസ് ഉള്ളതുകൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യുമ്പോഴും ഇപ്പോൾ ഈ കീബോർഡ് എടുത്ത് ഓരോന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴും അല്ല ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കാനൊക്കെ പോകുന്നതിനും നല്ല ഇത് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പിടിച്ച് യൂസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ ഒരു യൂസേജാണ് ഇതിന് കൂടുതൽ ബെറ്റർ. അതായത് ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു യൂസേജ്. ഇങ്ങനെ പിടിച്ച് ഒറ്റക്കയ്യാലുള്ള പർപ്പസ് പാടാണ്. ഇങ്ങനെ പെട്ടെന്ന് എടുക്കുക ടൈപ്പ് ചെയ്യുക എന്നുള്ള ഈ ഒരു അഹങ്കാരം കാണിക്കുന്നതല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അതായത് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കൈ ഇങ്ങനെ ഓടാൻ പാട് വരും. അതൊരു സംഭവമാണ് സ്ക്രീൻ സൈസിൻ്റെ കൂടുതലിൻ്റെ ഇതുകൊണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്യാമറ ബട്ടണാണ്. അതായത് ഒറ്റ ക്ലിക്കിൽ തന്നെ ക്യാമറ എടുക്കാം എന്നുള്ളൊരു ബട്ടൺ. എന്നുവെച്ചാൽ ഇതിനാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ നേരത്തെ ഇതായിരുന്നപ്പം പെട്ടെന്ന് നമുക്കൊരു ക്ലിപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ലോക്കൊന്നും അടിക്കാതെ തന്നെ നമുക്കിങ്ങനെ നേരെ ക്യാമറയിലേക്ക് വരും. അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് ബെറ്ററായിട്ട് നമുക്ക് ഈ ഒരു ക്യാമറ ആക്ഷൻ ബട്ടൺ പെട്ടെന്ന് ക്യാമറ എടുക്കാം. ഇപ്പം ലോക്ക് കഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമ്മൾ ക്യാമറ തപ്പിക്കൊണ്ടിരിക്കണമായിരുന്നു. ഇതിനാണെങ്കിൽ നമ്മളെ പെട്ടെന്ന് ഇപ്പം ഇത് ഇങ്ങനെ ലോക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലാണെങ്കിൽ ക്യാമറ കണ്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ക്യാമറ ലോക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് ആ ഒരു ക്യാമറ ബട്ടൺ വന്നേക്കുന്നതുകൊണ്ട് സൂമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെയധികം ഉപകാരപ്പെടാകുമെന്ന് പലരും പറയുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഉപകാരമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വ്ളോഗേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോണിന് ഒത്തിരി ഫീച്ചേഴ്സ് കൊണ്ടുവന്നേക്കുന്നത്. 60 Pro Maxന് നമുക്ക് അറിയാൻ സാധിച്ചു. അതിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് നമ്മളിപ്പം ഈ ആക്ഷൻ ബട്ടൺ നമുക്ക് എൻ്റെ ഒരു പർപ്പസിന് വളരെയധികം ഉപകാരപ്പെടും വെച്ചാൽ ഞാൻ ഉപകാരപ്പെടുമെന്ന് തന്നെ അറിയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഞാൻ പല സമയങ്ങളിലും ഇപ്പം ഇങ്ങനെ ക്യാമറ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെ ക്യാമറ എടുക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ബുദ്ധിമുട്ടിയിരുന്നു ക്യാമറ കണ്ടുപിടിക്കാൻ. പിന്നെ ഞാൻ അവസാനമൊക്കെ ആകുമ്പോഴത്തേനും ഇപ്പോൾ ലോക്ക് കഴിഞ്ഞ് കിടക്കുകയാണെങ്കിലും പെട്ടെന്ന് ലോക്ക് ആക്കിയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ചിലപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്നത് വേറെ ആൾക്കാരായിരിക്കും, അസിസ്റ്റൻസൊക്കെ ആയിരിക്കും. അസിസ്റ്റൻറ്റിലൂടെ ക്യാമറ അല്ലെ ഫോൺ കൊടുത്തേച്ച് വീഡിയോ എടുക്കാൻ പറയുമ്പോൾ ഇവൻ ക്യാമറ ആയിട്ട് തപ്പം. അപ്പോൾ ഇതാകുമ്പോഴത്തേനും ഒന്നും അറിയണ്ട, ലോക്കാണെങ്കിൽ ലോക്ക്, അല്ലെങ്കിൽ ഇതേ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ക്യാമറ വന്ന് വീഡിയോസ് എടുക്കാം. ഒരു നല്ലൊരു ബെറ്റർ ഒരു അപ്ഡേഷനായിട്ട് നമ്മൾ കരുതുന്നുണ്ട്. അതൊരു കാരണം. പിന്നെ നോയിസ് ക്യാൻസലേഷൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ ഫോൺ ആയിരുന്നപ്പോഴും ഓഡിയോയുടെ കാര്യത്തിൽ ബെറ്റർ ആയിരുന്നു. പക്ഷേ നമുക്ക് ഒരു ക്രൗഡിൻ്റെ അല്ലെങ്കിൽ ഒരു വഴിയിലോ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു കാറോ ജീപ്പോ പോയാൽ നല്ല HD ഓഡിയോ അതിൻ്റെ കൂടെ നമുക്ക് ഹൈ പവർ ഓഡിയോ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് കൂടാതെ തന്നെ ആ ഒരു ഏരിയയിൽ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് എൻ്റെ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ നിന്ന് എടുത്തൊരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. നമ്മൾ തിരുനക്കര അമ്പലത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. വെച്ചാൽ ശബരിമലയ്ക്ക് പോവുകയാണ്. ഇപ്പം കെട്ടുമുറുക്കി സാറിന് ഞങ്ങൾ എല്ലാ കൊല്ലം അമ്മേനൂരിൽ നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം ഈ കോട്ടയത്ത് നിന്ന് കെട്ടുമുറുക്കി പോയി. അപ്പോൾ ഇപ്രാവശ്യം ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് കെട്ടുമുറുക്കാൻ വേണ്ടി വന്നേക്കാണ്. കെട്ടുമുറുക്കാനായിട്ട് ശരിക്കും ഞാൻ കൗണ്ടറിൽ നിന്നൊരു ഇതെടുത്ത് കഴിയുമ്പോൾ കിറ്റ് കിട്ടും, കെട്ടുമുറുക്ക് കിറ്റ്. അതിനകത്ത് ഇരുമ്പുടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് പൊടി നമുക്ക് വേണ്ടി സാധനങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് അകത്ത് പോയി ഒരു കൂപ്പൺ എഴുതി കഴിഞ്ഞാൽ കെട്ടുമുറുക്കാനുള്ള ആൾ വരും. കെട്ടുമുറുക്കി നമുക്ക് ഇവിടെ സുഖമായിട്ട് വിലയ്ക്ക് പോവാം. ഏതൊരു ശിവക്ഷേത്രത്തിൽ നിന്ന് കെട്ടുമുറുക്കി പോകണമെന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. ഇവിടെ ആകുമ്പോഴത്തേനും അതൊരു ഇടത്താവളം കൂടി ആയതുകൊണ്ട് അതിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടോ നിങ്ങൾ, ഇതുപോലെ ആ നോയ്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് നമുക്ക് അല്ല മൈക്ക് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ ഞാൻ എടുക്കുന്നുണ്ട്, എടുത്തു കഴിഞ്ഞ് കാണിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നേക്കുന്നത് നമുക്ക് വളരെയധികം ഉപകാരത്തെ കൊള്ളിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോയ്സ് ക്യാൻസലേഷൻ എപ്പോഴും പറ്റും നമ്മൾ മൈക്കും വെച്ച് അതിൻ്റെ ഒരു പോയിന്റ് ഇവിടെയും കുത്തി അങ്ങനെ ഒന്ന് യൂസ് ചെയ്യാന്ന് പറയാൻ സാധിക്കുന്ന കാര്യമല്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു ക്രൗഡിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഈ നോയ്സ് കയറുമെന്നാണ് അറിയാവുന്നതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ സൗണ്ട് കൂട്ടി പറഞ്ഞുകൊണ്ടാണ്. എന്നുവെച്ചാൽ ചുറ്റുപാടുമുള്ള നോയ്സ് 3D നമുക്ക് ഇത് ക്യാമറയ്ക്കും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാം. അതായത് ഒരു ഈച്ച പോയാൽ ആ സൗണ്ട് വരെ ഇത് ക്യാപ്ചർ ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്നതാണെങ്കിലും ഇത് ക്യാപ്ചർ ചെയ്യുന്നത് ഈ പറയുന്ന നോയ്സുകളൊക്കെ ആയിരിക്കും. അത് നോയ്സ് ക്യാൻസലേഷൻ ഓപ്ഷൻ വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടും കൂടിയാണ് ഇതിലേക്ക് പ്രധാനമായിട്ടും മാറിയത്. വെച്ചാൽ പല വീഡിയോസ് ഇനിയിപ്പോൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ അനാവശ്യ നോയ്സുകൾ കയറിയാൽ കൊള്ളുമെന്ന് തോന്നുന്നില്ല. പക്ഷേ രണ്ടിൻ്റെ ഞാൻ പറയുകയാണ്, ഈ നോയ്സ് ക്യാൻസലേഷൻ ഇല്ലെങ്കിൽ പോലും ഇത് ബെറ്റർ ആയിരുന്നു. ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. ഒരു മൈക്ക് പല ബ്ലോഗുകളിലും മൈക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഓഡിയോ നമുക്ക്
ഇതിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്പീഡ് വളരെയധികം കൂടുതലാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ സ്പീഡ് ഇതിനും അത്ര ലാഗൊന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ സ്പീഡ് കുറവ് തോന്നിയിരിക്കുന്ന കുറേ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ മെമ്മറി ഫുള്ളായി കഴിയുമ്പോഴേ, അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ ഇച്ചിരി ഹെവി ലോഡ് പരിപാടികളൊക്കെ ചെയ്യുമ്പം വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം 5-6 ക്ലിപ്പുകൾ എടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാനോ ഫിൽറ്റർ ഇടാനുള്ള ഓപ്ഷനുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഇപ്പം തന്നെ ഉണ്ട്. കണ്ടൻസായിട്ട് ഈ ഇൻസ്റ്റാഗ്രാം ഷോട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ഒക്കെ ഇടുന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ശകലം എന്ന് പറയാൻ പറ്റുകയില്ല, ഒന്ന് ലാഗ് ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതൊന്നും ഇതിന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ആ ഒരു സ്പീഡ് എൻ്റെ ഒരു യൂസേജിൽ ഞാനത് ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ടും കൂടിയാണ് ഇങ്ങനൊരു മാറ്റം ഞാൻ ചെയ്തത്. ഇപ്പം എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം അറിയാം 2K കിഡ്സ് എല്ലാം തന്നെ ഫോണിലും ഇൻസ്റ്റായിലും റീൽസിലും യൂട്യൂബിലും ഒക്കെ ആക്റ്റീവാണ്. അതിന് മുമ്പ് ഞങ്ങളുടെയൊക്കെ 19 കിഡ്സിൻ്റെ കാര്യത്തിലും കൂടെയാണ് എടുത്ത് ഇതിങ്ങനെ ചെയ്യുന്നത്. പലരും ഇപ്പോഴും ഇങ്ങനെയുള്ള റീലിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബിലേക്കോ ഒന്നും മാറാതെ, അല്ലെങ്കിൽ ഒരു സമകാലികത്തിലേക്ക് വരാതെ നിൽക്കുന്നവരുണ്ട്. അത് പ്രാരാബ്ദങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ളവർക്കും ഇതിനെപ്പറ്റി ഇതിന് അവയർനെസ് കൊടുക്കാമെന്നും കൂടിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നമുക്ക് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ഒക്കെ ഇപ്പം പലരും പറയുന്നുണ്ട്, യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാൻ ഞാൻ ചുമ്മാ പറയുമ്പോഴത്തേക്കിനും അതൊക്കെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അല്ലേ, അങ്ങനെയൊക്കെ കുറേ അങ്ങനെയുള്ള ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇപ്പോൾ എഡിറ്റിംഗ് ഒന്നും ബുദ്ധിമുട്ടായിട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾ നല്ലൊരു ക്ലിപ്പ് വൃത്തിയായിട്ട് 1-2 കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ജോയിൻറ്റ് ചെയ്യാനുള്ള ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഈ ക്ലിപ്പുകൾ ജോയിൻറ്റ് ചെയ്യാനോ ഫിൽറ്റർ ഇടാനോ എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കാനോ നോയ്സ് ഓഡിയോ വോയിസ് ഓവർ കൊടുക്കാനോ നോയ്സ് ഒരു പാട്ട് കേട്ടാനോ ഉള്ള ഓപ്ഷനുകളെല്ലാം ഈ ആപ്ലിക്കേഷനുകൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റ് തേർഡ് പാർട്ടി എഡിറ്റിംഗ് ആപ്പ് പോലും, അതായത് മറ്റേ കട്ടിങ് ആപ്പുകളൊക്കെ ഉള്ള അതിൻ്റെ ഫൈനൽ കട്ടോ അതിൻ്റെ കുറേ കട്ടുകളൊക്കെ ഫോണിലുണ്ടല്ലോ, അതൊന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കൊരു ക്ലിപ്പ് ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ എഫക്റ്റ് കൂട്ടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ഇങ്ങനെ ഈ കണ്ടന്റ് ക്രിയേഷൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഒരു ഇച്ചിരി സ്പീഡ്, എൻ്റെ ആവശ്യത്തിൽ സ്പീഡ് ആവശ്യമാണെന്ന് തോന്നിയുകൊണ്ടാണ് എടുക്കുന്നത്. നിങ്ങൾ തുടക്കക്കാരെന്നുള്ള സ്ഥിതിക്ക് ചിലപ്പോൾ പ്രോമാക്സ് എടുക്കണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബേസ് മോഡൽ എടുത്ത് തുടങ്ങുക. പിന്നീട് അപ്ഡേഷൻ ചെയ്യണം തോന്നിയാൽ ഞാനിപ്പോൾ ചെയ്തേക്കുന്ന പോലെ തന്നെ പയ്യെ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അടുത്ത പോയിന്റ് തോന്നി AI ഫീച്ചേഴ്സ്. ഇപ്പം AI ഫീച്ചേഴ്സ് ധാരാളമായിട്ട് വരുന്നുണ്ട്, വരാൻ പോകുന്നു എന്ന് പറഞ്ഞു പരസ്യങ്ങളൊക്കെ ഉണ്ട്. AI ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ക്യാമറ കളർ, അപ്പോൾ ഞാൻ പറയാം ലൈറ്റിങ്ങിൻ്റെ കാര്യം. അപ്പോൾ ഒരു ഇരുട്ടുള്ള സ്ഥലത്തോട്ട് കൊണ്ട് ക്യാമറ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രകാശത്തിൽ നിന്ന് വീഡിയോ എടുക്കുന്ന ഫീലിംഗ് നമ്മുടെ ക്യാമറ പ്രൊവൈഡ് ചെയ്യും. അതൊരു AI ഫീച്ചറാണ്, അല്ലെന്ന് പലരും പറയും, പക്ഷേ അത് AI ഫീച്ചറാണ്. പിന്നെ ഒരു നടക്കുന്ന ഒരാളുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പം നമുക്ക് അത് ബെറ്ററായിട്ട് കിട്ടണം. ഷെയ്ക്കില്ലാതെ നമ്മൾ നടന്നുകൊണ്ട് എടുക്കുക, ഷെയ്ക്കില്ലാതെ കിട്ടണമെങ്കിൽ അത് ക്യാമറയുടെ മാത്രം ഗുണമല്ല, അത് നെറ്റുമായിട്ട് കണക്റ്റായിട്ട് AI ഫീച്ചർ തന്നെയാണ് അതും. പിന്നെ കുറേ അനാവശ്യം ഈ സാംസങ്ങിൻ്റെ അകത്തൊക്കെ കാണിക്കുന്ന പോലെ വെട്ടിക്കയറ്റുക, എഡിറ്റ് ചെയ്യുക, അതിലുള്ള AI ഫീച്ചറൊന്നും നമുക്ക്, എന്നെ സംബന്ധിച്ചോളം, ഞാൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടും എനിക്ക് അത്യാവശ്യം എഡിറ്റിംഗ് അറിയാവുന്നതുകൊണ്ടും ഒരു ഇമേജ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് സൈഡിൽ കിടക്കുന്ന ഒരു കല്ല് മാറ്റുക അല്ലെങ്കിൽ ഒരു ഇത് മാറ്റുക, അതൊന്നും ഒരു AI ഫീച്ചറിൻ്റെ ഗുണങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ ആവശ്യകതയും ഇല്ല. നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ബെറ്ററായിട്ട്, അല്ലെങ്കിൽ ഫ്രെയിമിലുള്ള വേസ്റ്റൊക്കെ മാറ്റിയിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. അല്ലെങ്കിൽ അവിടെ ഒരാൾ നിൽപ്പുണ്ടേ അത് വെട്ടിക്കളഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീച്ചറുകൾ മൊബൈലിൽ ലോഞ്ച് ചെയ്യാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എന്നാലും വേറെ കുറേ ഞാൻ എടുത്ത് പറയാൻ തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പം ഈ സിറിയുടെ കാര്യങ്ങളും, സിരി അങ്ങനെയുള്ള കുറേ ഫീച്ചറുകളുണ്ട്. നമ്മൾ പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല ഈ ഫീച്ചേഴ്സ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് നോക്കട്ടെ. നെറ്റ് നോക്കിയതിൻ്റെ സ്ഥിതിക്ക് AI ഫീച്ചേഴ്സ് വരാതിരിക്കുന്ന ആപ്പിൾ ഇൻ്റലിജൻസ്, റൈറ്റിംഗ് ടൂള്, പ്രയോറിറ്റി മെസ്സേജസ്, നോട്ടിഫിക്കേഷൻ, സമ്മറീസ്, അങ്ങനെ കുറേ ചെറിയ കാര്യങ്ങളുണ്ട്. സിറി യൂസ് കൺട്രോൾ കോണ്ടാക്ട് ഡിവൈസ്, അങ്ങനെ സിറിയുടെ ഇമേജ് പ്ലേ ഗ്രൗണ്ട്, ചാറ്റ് GPT, അങ്ങനെ കുറേ AI ഫീച്ചേഴ്സ്. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് AI യുഗമാണ്. ഇപ്പോൾ AI ഫീച്ചേഴ്സുകൾ നമ്മുടെ ക്യാമറയിലാണെങ്കിലും നമ്മുടെ ഓരോ ഫങ്ഷനിലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ AI ഫീച്ചർ കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ ഈ 16 Pro Maxലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. കൺക്ലൂഷനായിട്ട് പറയുവാണെങ്കിൽ, എൻ്റെ ഈ iPhone 50 നിന്ന് 60 മാറിയത് ഞാൻ വളരെയധികം ഈ 50 ഫോണിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ്. എൻ്റെ ഇപ്പം ഈ ഒരു 1.25 വർഷം, ഒരു വർഷം മിച്ചമായതിൻ്റെ ഉപയോഗത്തിൽ വളരെയധികം റഫായിട്ട് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ ഒരു വീഡിയോ എടുത്താൽ അന്ന് എടുത്ത അതേ വീഡിയോ ക്വാളിറ്റി ഇതിനിപ്പോഴും മെയിൻറ്റെയിൻഡ് ആണ്. ഞാൻ വേണേൽ തെളിവ് സഹിതം കാണിക്കാൻ, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ.
അന്ന് ഫസ്റ്റ് ഡേ എടുത്ത വീഡിയോ ക്വാളിറ്റി തന്നെ ഇപ്പോഴും ഒരു വീഡിയോ എടുത്താലും ഇതിനുണ്ട്. പക്ഷെ പല മറ്റ് ബ്രാൻഡുകളും ഇത് അങ്ങനെ കിട്ടുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ അതിൽ കണ്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ സ്പീഡോ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല, ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഈ ഹീറ്റിംഗ് ഇഷ്യൂ വരും, അത് അപ്ഡേഷൻ വരുമ്പോൾ തന്നെ അതങ്ങ് മാറിപ്പോകും. ഓവറായിട്ട് ചില സമയത്ത് ഹീറ്റിംഗ്, ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം വന്നപ്പം കൊണ്ട് കാണിച്ചപ്പോൾ അവരൊന്ന് സോഫ്റ്റ്വെയർ ചെയ്ത് തന്നു. ഈ ചിന്തയിൽ ചെറിയ ഹീറ്റിംഗ് എന്നൊക്കെ തോന്നി നിങ്ങൾ അവിടെ ചെന്ന് സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ മാറും. ചിലപ്പം പറയാൻ സാധിക്കില്ല, നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ആക്സസ് ചെയ്തിട്ട് വല്ല ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വല്ല ഈ ഹാക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് ഹീറ്റിംഗ് ഇഷ്യൂ വരാൻ സാധ്യത കൂടുതൽ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എററുകൾ എന്തെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹീറ്റിംഗ് കാണിക്കും. അപ്പം നിങ്ങൾ ഇന്ന് അതിൻ്റെ സർവീസ് സെൻ്ററിൽ കൊടുത്താൽ ഫ്രീ ആയിട്ട് സോഫ്റ്റ്വെയർ ചെയ്ത് തരും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത്, ഞാൻ ഒരു പ്രാവശ്യം കൊണ്ടുപോയി എനിക്ക് ഒരു പേടി തോന്നിയിട്ട് ഹീറ്റിംഗ് തോന്നിയിട്ട് കൊണ്ട് ചെയ്തപ്പം അതങ്ങ് കോമൺ ആയി. പിന്നെ നിങ്ങൾ ആരെടുത്താലും ആപ്പിൾ ID നിങ്ങൾ ഓർത്തിരിക്കുക, അതാണ് നമ്മുടെ ഒരു ID പ്രൂഫ്. അത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫോൺ റീസ്റ്റോർ ചെയ്യാനോ റീസെറ്റ് ചെയ്യാനോ സാധിക്കും. പിന്നെ അനാവശ്യമായിട്ട് ക്ലിപ്പും വീഡിയോസും എടുത്ത് നമ്മൾ ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി നിറയ്ക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ സ്റ്റോറേജ് നിറയും തോറും ഫോൺ ഏത് വലിയ കൊലകൊമ്പനാണെങ്കിലും ഏത് വലിയ കമ്പ്യൂട്ടറാണെങ്കിലും സ്ലോ ആകും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫോണെന്നല്ല ഏത് ഫോണാണെന്ന് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ മെമ്മറി നിറയാതെ ഒന്നെങ്കിൽ സിസ്റ്റത്തിലേക്ക് ക്ലിപ്പുകൾ മാറ്റുക, അല്ലെങ്കിൽ അനാവശ്യ ഫോട്ടോസും വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയും. ഒത്തിരി മെമ്മറികൾ ഇനി സൂക്ഷിച്ച് വെക്കരുത്. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് മേടിച്ച് അതിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ 256 GB ആ ഫോൺ നിങ്ങളുടെ ഒരു അതിൻ്റെയൊക്കെ ഒരു പകുതിയിൽ കൂടുതലാകുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റോറേജ് ക്ലിയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിൽ ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് ചെറുതായിട്ടൊരു ഡിഫ്ലേഷൻ വരും. അതിപ്പോൾ ഏത് പ്രോഡക്റ്റും, ഒരു വണ്ടിയാണെങ്കിലും കാറാണെങ്കിലും ക്യാമറ ആണെങ്കിലും ഒക്കെ പ്രൈസിൽ കുറവ് എന്തും വരും. അല്ലാതെ ഇത് മേടിക്കുന്ന ആവില്ല, അതിന് ഒരു വർഷം കഴിയുമ്പോൾ കാണണമെന്നില്ല. പിന്നെ കൊടുത്താൽ റീസെയിൽ മാർക്കറ്റിൽ വാല്യൂ ഉണ്ട്, അത് കൊടുക്കുന്നൊന്നുമില്ല. പക്ഷേ എന്നാൽ ഞാൻ പറയുവാണ്, എൻ്റെ ഈ ഒരു 15-ൽ നിന്ന് 14-ലേക്ക് മാറിയത് ഞാൻ പൂർണ്ണമായിട്ട് ഐഫോണിൽ തൃപ്തനാണ്. അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഐഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് എടുത്തുകൊള്ളുക. എന്തേലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാനമായിട്ടുള്ളവരുടെ സംശയമാണ് ബാറ്ററി ബാക്കപ്പ് കിട്ടുമോ, അല്ലെങ്കിൽ ഗൂഗിൾ കോൺടാക്ട്സ് കിട്ടുമോ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ. അല്ല ഡുവൽ സിം ഇടാൻ സാധിക്കുമോ, ഇതെല്ലാം ഐഫോൺ സാധിക്കും. നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കും. ധൈര്യമായിട്ട് ഐഫോൺ എടുത്തുകൊള്ളുക. ഓക്കെ, താങ്ക് യു.